വെഞ്ഞാറമൂട്ടിൽ നടന്ന ഈ സംഭവം അത് 3 പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ്. അതുകൊണ്ട് ഒരു കേസായിട്ട് നമുക്ക് എടുക്കാൻ കഴിയില്ല. അവിടെ 88 വയസ്സുള്ള വല്യമ്മയെ കൊന്നതിന് ഒരു കേസ് എടുക്കേണ്ടി വരും. ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ കൊന്നത് മറ്റൊരു സ്ഥലത്ത് വെച്ച് മറ്റൊരു പോലീസ് അതിർത്തിയാണ്. അതുകൊണ്ട് അവിടെ 2 ഇൻക്വസ്റ്റ് തയ്യാറാക്കണം. അവിടെ ഒരു FIR മതിയാവും. പക്ഷേ അത് സെപ്പറേറ്റ് ആയിട്ടൊരു FIR-ഉം 2 പേരുടെ ഇൻക്വസ്റ്റും അവിടെ വേണം. അമ്മയെ കൊന്നത് സെപ്പറേറ്റ് FIR-ഉം അതിന് അവിടെ ഒരു ഇൻക്വസ്റ്റ് വേണം. അതുപോലെ തന്നെ ഈ ഒരു പെൺകുട്ടി ഇയാൾ വിളിച്ചുകൊണ്ടത് പെൺകുട്ടിയെയും കൊന്നു, ഈ പ്രതിയുടെ സഹോദരനെയും കൊന്നു. ആ 2 പേരെയും അമ്മയെ കൊല്ലാൻ ശ്രമിച്ചു, അവരെ ഗുരുതരാവസ്ഥയിൽ കിടക്കുകയാണ്. അതിന് 3 പേർക്കും ഒരു FIR-ഉം അവിടെയും തയ്യാറാക്കി, അതിനും 2 ഇൻക്വസ്റ്റും തയ്യാറാക്കണം. അതിനുശേഷം ഈ പ്രതിയെ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് FIR 3 പോലീസ് അതിർത്തിയിൽ 3 FIR വേണ്ടി വരും. അത് ഓരോ ഇൻസിഡൻറ്റിലെ ഒരേ സമയത്താണ് കൊല്ലുന്നത്, ഒരേ ഡേറ്റിൽ ഒരേ സമയത്ത് തന്നെ കൊല്ലുന്നു. അത് ഉപയോഗിക്കുന്ന ആയുധങ്ങളും ശരി തന്നെ. പ്രതി ഒന്നേ ഉള്ളൂ. 3 FIR എങ്കിലും മിനിമം എടുക്കണമെന്ന് ഞാൻ പറയുന്നത്. അതിനുശേഷം ഇയാൾ വിഷമടിച്ച് ഇയാളുടെ അവസ്ഥ എന്താ നമുക്കറിയത്തില്ല. ഏതായാലും അയാളെ ട്രീറ്റ് ചെയ്ത് രക്ഷപ്പെടുത്തിക്കൊണ്ട് വരണം. എങ്കിൽ മാത്രമേ നമുക്ക് പ്രതിയുടെ സാന്നിധ്യം ഈ എല്ലാ കേസിൻ്റെ അന്വേഷണത്തിന് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് വെഞ്ഞാറമൂട് DYSP തീർച്ചയായിട്ടും, അല്ലെങ്കിൽ അവരുടെ റൂറൽ SP, ആ ഒരെണ്ണം ഇനി മാറി കൊല്ലത്തെ SP-യുടെ കീഴിൽ വരുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും 3 കേസ് 3 DYSP-മാർ അന്വേഷിക്കണം. അത് DGP ശ്രദ്ധിക്കണം. കാരണം ഒരിടത്ത് 3 പേരെ കൊന്നിട്ടുണ്ട്, ഒരിടത്ത് 2 പേരെ കൊന്നിട്ടുണ്ട്, വേറൊരു സ്ഥലത്ത് ഒരാളെ മാത്രം കൊന്നിട്ടുണ്ട്. 3 പേരെ കൊല്ലൂ എന്ന് ഞാൻ പറഞ്ഞെടുത്ത് ഒരാൾ സർവൈവ് ചെയ്തിട്ടുണ്ട്, ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ്. അവിടെ 2 പേരും, അതുപോലെ എക്സർവീസ്മെൻ്റ് അവിടെ 2 പേരും, വല്യമ്മയെ കൊന്ന് അവിടെ ഒരാളും. അങ്ങനെ വരുമ്പം 3 FIR തന്നെ ആയിരിക്കണം. അതുകൊണ്ട് 3 DYSP-മാർ ഇത് അന്വേഷിക്കണം. കാരണം ഇതുപോലുള്ള കേസുകൾ ധാരാളം ഇനിയും റിപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് പോലീസ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് മുന്നോട്ട് പോകാൻ. അതുകൊണ്ട് ഈ കേസിനകത്ത് പ്രതിന് അടിയന്തരമായിട്ട് ആ പ്രതിയുടെ കൈവശം ഇരുന്ന ആയുധങ്ങൾ കണ്ടെത്തണം. അതിൻ്റെ അതിൽ പറ്റിയിരിക്കുന്ന ബ്ലഡുകളും അത് സ്കിന്നും മറ്റും ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കണം. അതുകൊണ്ട് വളരെ വൈറ്റലായ എവിഡൻസ് എടുക്കാൻ പോലീസിന് സാധിക്കണം. അതുതന്നെയല്ല, ഇയാളൊരു അഡിക്റ്റാണോ ഇല്ലയോ നമുക്കറിയത്തില്ല. എന്തുകൊണ്ടാണ് ഇത് ചെയ്തതെന്നും അറിയത്തില്ല. അഡിക്റ്റാണ് എന്ന് ചിലർ പറയുന്നുണ്ട്, ശാന്തനാണോ എന്നും പറയുന്നുണ്ട്. ഇയാളുടെ പിതാവ് ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഈ മകൻ്റെ മാനസികാവസ്ഥയെപ്പറ്റി കൂടുതൽ പറയാൻ പറ്റും. ബാക്കി ആർക്കും പറയാൻ കഴിയില്ല. എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്, എത്ര നാളുകൊണ്ട് ഇയാൾ അഡിക്ഷൻ വല്ലതും ഉണ്ടോ, അതിന് പരിശോധന വല്ലതും നടത്തിയിട്ടുണ്ടോ, അതോ ഇയാൾ നോർമലായ ഒരു ചൈൽഡാണ്, അല്ലെങ്കിൽ 21 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എവിഡൻസുകൾ മുഴുവൻ തീർച്ചയായിട്ടും നമുക്ക് പ്രിസർവ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് 3 FIR സുരക്ഷിതമായിരിക്കും. 3 പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ് ഈ സംഭവം നടന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാനത് പറയുന്നത്. അത് സെപ്പറേറ്റ് ആയിട്ട് DYSP-മാർ തന്നെ വേണം, ആരും സൂപ്പർവൈസ് ചെയ്യേണ്ട. ഓരോ DYSP-യും കോമ്പിറ്റൻ്റ് ഓഫീസേഴ്സാണ്, എക്സ്പീരിയൻസ് ഓഫീസേഴ്സാണ്. അവർക്ക് പ്രതി 3 സ്ഥലത്തെയും കോമൺ ആണ് എന്ന് മാത്രമേ ഉള്ളൂ ഇതിനകത്തൊരു പ്രത്യേകത. അതേസമയത്ത് 3 സ്ഥലത്തും ഫോറൻസിക് സയൻസിൻ്റെ അവരുടെ സേവനം വളരെ അടിയന്തരമാണ്. ആ 3 സ്ഥലങ്ങളിലും അവിടുന്ന് ധാരാളം എവിഡൻസുകൾ പോലീസിന് കളക്ട് ചെയ്യാനുണ്ടാവും. അതുപോലെ ഇയാൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം അത് അടിയന്തരമായിട്ട് പോലീസ് എടുക്കണം. കാരണം ആ വസ്ത്രത്തിൽ ഈ കൊന്നവരുടെ എല്ലാവരുടെയും ബ്ലഡ് സ്റ്റെയിൻസ് ഉണ്ടാവും. അപ്പോൾ അത് നല്ലൊരു എവിഡൻസാണ്, ഇയാൾ തന്നെയാണ് കൃത്യം ചെയ്തതെന്ന്. ഇയാളെ അറസ്റ്റ് ചെയ്ത് ഇയാൾ മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന മുറയ്ക്ക് മാത്രമേ അറസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അതിനുശേഷം ഇയാൾ സർവൈവ് ചെയ്യുമ്പോൾ ഇയാളെ കസ്റ്റഡി വാങ്ങിച്ചിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. ആ സമയത്ത് വെപ്പൺ റിക്കവർ ചെയ്യണം. അതുകൊണ്ട് പോലീസ് കുറച്ചുകൂടെ സൂക്ഷ്മതയോടെ വേണം ഇത് കൈകാര്യം ചെയ്യാൻ. ഇതുപോലെയുള്ള കേസുകൾ ധാരാളം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് പോലീസ് കണ്ണു തുറന്ന് നല്ല രീതിയിൽ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം ഇങ്ങനെയുള്ളവരൊന്ന് സമൂഹത്തിൽ തിരിച്ചു കൊണ്ടിരുന്നത് അപകടകരമാണ്. നമ്മൾ കണ്ടല്ലോ ചെന്താമരയുടെ ഇഷ്യൂ. അയാളുടെ സംശയം തോന്നിയ അയാളുടെ വീടിനടുത്തുള്ള ഒരു സ്ത്രീയെ കൊന്നിട്ട ശേഷം അയാൾ തിരിച്ചു വന്ന് അടുത്ത 2 പേരെ കൊന്നത് നമുക്കറിയാം. 3 പേരെ കൊന്നിട്ടും അയാൾ തൃപ്തിയില്ല. അയാൾക്ക് മുഖം മ്ലാനമായിട്ടിരിക്കുന്ന നമ്മൾ കണ്ടു. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ 1-2 പേരോടെ കൊല്ലാനുണ്ട്. അതിനടുത്തുള്ള പുഷ്പ എന്ന സ്ത്രീയെ കൊല്ലാനുണ്ട്. അതുപോലെ അതിനടുത്ത് ഇയാളുടെ മരുമകൻ ഒരു പോലീസുകാരനെ കൊല്ലാനുണ്ട്.
ഇതാണ് മാനസികാവസ്ഥ. അയാളും നല്ലൊരു അഡിക്റ്റ് തന്നെയാണ്. ഇതുപോലെയുള്ള ആ മാനസികാവസ്ഥ മാറ്റം വരണമെങ്കിൽ ഇങ്ങനെയുള്ള പ്രതികളെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെ, ഇങ്ങനെ സംശയിക്കുന്ന ആളുകളെ, കുട്ടികളെ നമ്മൾ എവിടെയെങ്കിലും ഡീറ്റെയിൻ ചെയ്ത് ചികിത്സയ്ക്ക് അടിയന്തരമായിട്ട് വിധേയമാക്കണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എല്ലാ താലൂക്ക് ഓഫീസിലും പ്രത്യേക വാർഡുകൾ ഇവർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കണമെന്ന്. അതുകൊണ്ട് അടിയന്തരമായി സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയക്കാരും പോലീസും രാഷ്ട്രീയ നേതാക്കന്മാരും അതുപോലെ ഈ ഹോസ്പിറ്റൽ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽമാരും അതുപോലെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ കീഴിൽ വരുന്ന പല പല വിങ്ങുകാരും ഒത്തൊരുമിച്ച് പിടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സമൂഹത്തിൽ ഇതുപോലെയുള്ള ആൾക്കാരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വരാനും കൂടുതൽ അപകടം ഉണ്ടാകാതെ അല്ലെങ്കിൽ കൊലപാതകം നടക്കാതെ അത് പ്രിവെൻറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കുള്ളൂ. അതുകൊണ്ട് ഗൗരവപൂർവ്വം ഇത് ആരോഗ്യ വകുപ്പും അതുപോലെ ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ കാര്യത്തിൽ പരിഗണന എടുക്കണം. വേറൊരു മാർഗം ഞാൻ നോക്കിയിട്ട് നമുക്ക് സമൂഹത്തിനെ ട്രീറ്റ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയില്ല. അതുപോലെ ഇതുപോലെ അഡിക്റ്റഡ് ആയിട്ടുള്ളവരെ കണ്ടെത്തി എവിടെയെങ്കിലും അവരുടെ മാതാപിതാക്കളുടെയും വീട്ടുകാരുടെയും സാമൂഹ്യ പ്രവർത്തന സഹായത്തോടെ എവിടെയെങ്കിലും താലൂക്ക് ആശുപത്രിയിൽ അവരെ ഡീറ്റെയിൽ ചെയ്ത് ചികിത്സിക്കാൻ. അതുകൊണ്ട് ഞാൻ നേരത്തെ മുതൽ പറയുന്നുണ്ട്, ഈ പരിപാടിക്ക് തീർച്ചയായിട്ടും പോലീസ് ആക്ടിനകത്തൊരു വകുപ്പ് അസംബ്ലിയിൽ എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ നമുക്ക് അത് നോട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ വകുപ്പ് അഡിക്റ്റായ ഒരാളെ ഡീറ്റെയിൻ ചെയ്യാൻ നമുക്ക് 30 അല്ലെങ്കിൽ 30 ദിവസമോ 90 ദിവസമോ 120 ദിവസമോ ഡീറ്റെയിൻ ചെയ്യാനുള്ള അധികാരം പോലീസിനോ അല്ലെങ്കിൽ അവിടുത്തെ മെഡിക്കൽ കോളേജിലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിലെ ഒരു ഗസറ്റഡ് റാങ്കിലുള്ള ഒരു ഓഫീസർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് സർട്ടിഫൈ ചെയ്ത് കൊടുത്ത് ഇവരെ ഡീറ്റെയിൻ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടാക്കണമെന്ന് ഞാൻ. അതുകൊണ്ട് ഈ അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പോലീസ് ആക്ടിൽ ഒരു വകുപ്പ് ഉണ്ടാക്കിയിട്ട് ഇതുപോലെയുള്ള കുട്ടികളെ ഡീറ്റെയിൻ ചെയ്യാനുള്ള അധികാരം പോലീസിൻ്റെ കയ്യിലോട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ സമൂഹത്തിലുള്ള ഓരോ വീട്ടിൽ ഇതുപോലെയുള്ള നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്ന ജീവന് കാരണക്കാരാകുന്ന അഡിക്റ്റഡായ പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ട്. അവരെ മാതാപിതാക്കളും ചിലപ്പോൾ അഡിക്റ്റ് ആയിട്ടുണ്ടാവും. എല്ലാവരെയും ഡീറ്റെയിൻ ചെയ്യാനുള്ള സംവിധാനമാണ് അടിയന്തരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.